കണ്ണെടുക്കാൻ തോന്നില്ല. മലയും മേഘങ്ങളും തൊട്ടൊരുമി നിൽക്കുന്നത് കണ്ടോ? ആ മലയുടെ തുഞ്ചത്ത് പോയിരുന്ന പണ്ട് ഉമ്മാച്ചോല് ഉറൂബ് എഴുതിയതുപോലെ ആകാശത്ത് നിന്ന് ഹൂറിങ്ങൾ എത്തി നോക്കണ പോലെ തോന്നും അല്ലേ മനോജ്? എക്സാക്ട്ലി. നീ അത് വിട്. നീ അങ്ങോട്ടും നോക്കിയേ. ആ വലിയ മല കണ്ടില്ലേ? അതൊരു നന്നാലി തട്ടാക്കി മുറിച്ചെടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊരു 4 മീറ്റർ വഴി വിട്ടിട്ട് മോഡേൺ ബ്രെഡിന്റെ ഷേപ്പിൽ ഒരു 5-5 കഷ്ണമായിട്ടങ്ങ് മുറിച്ചെടുത്താണ്ടല്ലോ ഒരു വില്ല പ്രോജക്റ്റ് തുടങ്ങാൻ പറ്റിയ സ്ഥല. നീങ്ങൊന്നേ, ആ ചെറിയ കുന്ന് കണ്ടോ? അതങ്ങ് ഇടിച്ച് നിരത്തിയിട്ട് നല്ല അലുവാ കഷ്ണം പോലെ നല്ല പീസായിട്ട് വിൽക്കാവുന്നതാ. പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മുടെ കയ്യിൽ മുതൽ മുടക്കാൻ പൈസ വേണ്ടേ? ആ അവരെത്തി. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരേ. മോളെ, ഈ ഉരുണ്ട ഭൂമിയെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി വിൽക്കാൻ നോക്കണ പിശാചുക്കള്. ഒന്ന് ചവിട്ടി പിടിച്ച് നോക്ക്. മുറിക്ക്. ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിടിച്ചാ മതി. ആ നിങ്ങളിതെങ്ങോട്ടാ? ഞങ്ങൾക്ക് മതിയായി, പോവാം. ശരിയാ, കൊറേ മഞ്ഞും മലയും വൃത്തികെട്ട പച്ചപ്പും. ഇതൊക്കെ ആർക്കും മടുക്കാത്തത്? ഫോട്ടോയിൽ കാണാൻ കൊള്ളാം. ഒറ്റ മിനിറ്റ്, ഇപ്പൊ വന്നേക്കാം. ഇന്ന് തന്നെ അങ്ങ് എത്തിയാലേ അലുവാ കഷ്ണം പോലത്തെ സ്ഥലം അങ്ങ് മുറിക്കാം. പാർട്ടിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. റെഡി ക്യാഷ് ആണെങ്കിൽ കാര്യം നടക്കും. നീ ആലോചിച്ചിട്ട് പറ. ഓ എന്താടി ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഓ ഇല്ലാത്ത സമയം ഉണ്ടാക്കി നിന്നെ മോളെ കൊണ്ട് ഇത്രയൊക്കെ കറങ്ങുന്നതും പോരാ, ഇനി നിന്റെയൊക്കെ തുറമുഖവും കാണണം. കുറച്ച് കഷ്ടമാണ് ഭാവന. സമയം ഉണ്ടാക്കി ടൂറിന് പോകുന്നത് ഞങ്ങളെ സന്തോഷിപ്പിക്കാനായിരുന്നില്ലല്ലോ, ആണോ? പിന്നല്ലാതെ. എന്തിനാ ഈ അഭിനയം മനോജെ? സ്ഥല കച്ചവടത്തിന് പോന്നപ്പോ ഭാര്യ മകളെ ഒപ്പം കൂട്ടി, അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് അതിന് ഫാമിലി ട്രിപ്പ് എന്ന് പേരും. വണ്ടി ഓടിക്കുമ്പോഴെങ്കിലും ഇതിന് റെസ്റ്റ് കൊടുത്തൂടെ മനോജ്? എല്ലാരും ടൂറിന് പോകുന്നത് ഭാര്യയുടെയും മക്കളുടെയും കൂടെ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയാ. ഇതിപ്പോ നാട്ടിലാവുമ്പോ എന്നും കോടതിയും കക്ഷികളും. 1-2 ദിവസം മാറി നിന്ന ഇങ്ങനെ. ഇനി ഈ പരിപാടിക്ക് ഞങ്ങളില്ല. എടീ വക്കീൽ പണിക്കിടയിലും ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഈ ചെയ്യുന്നത് ആർക്ക് വേണ്ടിട്ടാ? നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ? ആരാ നോക്കി? ഏതോ രാമേന്ദ്രൻ. ഇങ്ങോട്ട് മനോജ് വേണ്ട. മനോജ് നമ്മളിപ്പോ കണ്ട സ്ഥലത്തിന്റെ ആളാ. ഹലോ, ആ രാമേന്ദ്രൻ ആണോ? വെരി ഗുഡ്. റെഡി ക്യാഷ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട. 5-10 താത്തിയാലും സംഗതി അങ്ങ് ഉറപ്പിച്ചോ. നാളെ വല്ല ഗാഡ്ഗിലോ കസ്തൂരി രംഗനോ ഒക്കെ വന്നേ ഉടക്ക് വെക്കുന്നതിന് മുമ്പ് സ്ഥലം അങ്ങ് തലേന്ന് ഊരി പോകുന്നതാ നല്ലത്. ഓക്കെ, നാളെ തന്നെ അഡ്വാൻസ് മേടിച്ചോ. മറ്റന്നാൾ നമുക്ക് ഓഫീസിൽ കാണാം. ഡൺ. ഓക്കെ, ബൈ. എടീ വെറുതെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കച്ചവടം അത്. ഇതെങ്ങാനും ഉറപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വരാൻ പോകുന്നത് എത്രയാണെന്നറിയാമോ? കോടികൾ. ഞാൻ ഇതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മോള് സേഫ് ആയിരിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടല്ലടി. ഹരിതാപത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദീർഘകാലത്തെ സുസ്ഥിരമായ അഭിഭാഷക വൃത്തിയിൽ നിന്നും സ്വയം വിരമിച്ച് പ്രകൃതിയുടെ ഹരിതശോഭയിലേക്ക് നടന്നിറങ്ങിയ അഡ്വക്കേറ്റ് ശ്രീധരൻ നായരുടെ കൃഷിയിടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 30 കൊല്ലമാണ് ഞാൻ വക്കീൽ ജോലി ചെയ്തത്. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും കോടതി മുറികളിൽ സത്യം നുണയാക്കിയും നുണ സത്യമാക്കിയും ജീവിച്ച് എനിക്ക് മടുത്തു. ഫയലുകളെല്ലാം എന്റെ മകൻ മനോജിനെ ഏൽപ്പിച്ച് ഞാൻ ഈ മണ്ണിലേക്ക് തിരിഞ്ഞു. മണ്ണ് സത്യമുള്ളതാ. സ്നേഹിച്ച അത് 10 ഇരട്ടിയായിട്ട് തിരിച്ചു തരും. നമുക്കാണെങ്കിൽ കുറ്റബോധമില്ലാതെ ജീവിക്കുകയും ചെയ്യാം. അത് മനസ്സിലാക്കി വരാൻ ശ്രീധരേട്ടൻ കുറെ താമസിച്ചു. അതെ, ഇവരുടെ സഹായം എല്ലാ കാലത്തും എനിക്കുണ്ടായിരുന്നു. സത്യത്തിൽ എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ഇവൾക്കാണ്. പറഞ്ഞോളൂ. ഞാൻ പറയാം. അതെ, ഞങ്ങൾ ആദ്യം ഇവിടെ വിത്ത് പാകി മുളപ്പിച്ചിരുന്നത് വലിയ മരങ്ങളാ. എടാ, നീ ഇങ്ങനെ അനങ്ങുമ്പോഴും മിണ്ടുമ്പോഴും ഇവിടെ വന്ന് പരാതി പറയുന്ന എന്തിനാ? ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവിടെ തന്നെ സെറ്റിൽ ചെയ്തോളണം. അച്ഛനും അമ്മയ്ക്കുന്നല്ല, ആർക്കും അതിൽ വിധി പറയാൻ അധികാരമില്ല. നിന്റെ അമ്മയുമായിട്ട് ഞാൻ ചില്ലറ വഴക്കാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പോഴും 1 മാസം ഇണങ്ങിക്കഴിഞ്ഞാൽ വെറുതെ ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കി അവളുടെ അച്ഛനെ 4 ചീത്ത പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഓർക്കം വരില്ല. വായിക്കകത്ത് വല്ലാത്തൊരു തരിപ്പ. അയ്യടാ,
പറമ്പിൽ നല്ല ഒന്നാന്തര കാട്ടിയേമ്പ് നിപ്പുണ്ട്. പറിച്ച് വയലിട്ടങ്ങ് ചവച്ചാ മതി. എന്റെ അച്ഛനെ തെറി പറയുന്നതിനേക്കാളും സുഖം കിട്ടും. ദേ, ചാനലുകാരൊക്കെ പോയാ? ഓ, അവർക്ക് നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ സമയമില്ലെന്നേ. കണ്ണി കണ്ട കാട്ടിയേമ്പിന്റെ കപ്പയുടെ ഒക്കെ പടം എടുത്ത് വെച്ചു അവരങ്ങ് പോയി. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചു കാലം ഇവന്റെ കൂടെ ഇവന്റെ ഫ്ലാറ്റിൽ പോയി താമസിക്കേ. പോകുമ്പോ നീ നേരത്തെ പറഞ്ഞില്ലേ ചേമ്പ്, അതും കുറച്ച് കൊണ്ടുപോക്കോളൂ. എന്തിന്? ഒരു ജോലിക്കും പോകാതെ അതിനകത്ത് തനിയെ ഇരിക്കുന്നത് കൊണ്ടാ ആ കുട്ടി ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നത്. നീ ആവുമ്പോ അതിന് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് നേരവും പോകും. എനിക്കാണെ കുറച്ചു കാലം മനസമാധാനത്തോടു കൂടി ആ ചേമ്പ് നിന്ന് ജീവിക്കാം. പക്ഷെ എന്റെ മനസ്സമാധാനം അതോടെ തീരും. കാര്യം എന്റെ മരുമോളാന്ന് പറഞ്ഞിട്ടായില്ല മോനെ. കഴിഞ്ഞ വർഷം 1 മാസം ഞാൻ അവിടെ വന്ന് നിന്നതിന്റെ സുഖം ഇപ്പോഴും അനുഭവിച്ചു തീർന്നിട്ടില്ല. ചിലപ്പോ ആ കുട്ടിയുടെ മട്ടും മാതിരിയൊക്കെ കണ്ട നമ്മളേതാണ്ട് ചെയ്തിട്ട് അമ്മൂട്ടിക്ക് അപകടം വന്നെന്ന് തോന്നും. വിചാരിക്കാത്തൊക്കെ കേൾക്കാൻ ഞാനില്ലേ. അമ്മ പറഞ്ഞത് ശരിയാ അല്ലേ അച്ഛാ? മോളുടെ മരണത്തിന് ഒരു കണക്കിന് ഞാൻ തന്നെയല്ലേ കാരണം. എന്റെ അശ്രദ്ധ. ഒക്കെ ശരിയാവൂട. 1.5 വർഷമല്ലേ ആയുള്ളൂ. കുറച്ചുകൂടെ കഴിയട്ടെ. അവൾക്ക് അതിനോട് പൊരുത്തപ്പെടാനുള്ള സമയം കൊടുക്കുക. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതിനൊറ്റ പോംവഴിയുള്ളൂ. ഒരു കുഞ്ഞ്. അടുത്ത കുഞ്ഞ് ജനിക്കുന്നതോടെ ഇതിനെല്ലാം മാറ്റം വരും. അതിനുള്ള വഴി നോക്കുക. അതിപ്പോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയെ കൂടുന്ന കാര്യമല്ലല്ലോ. മോള് പോയ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു ഫ്ലാറ്റിലാ താമസന്നേ ഉള്ളൂ. മനസ്സും ശരീരവും ഒക്കെ 2 ലോകത്താച്ച. ഇതിലും നല്ലൊരു ബന്ധുവിന് നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് അച്ഛൻ തന്നെയല്ലേ അവളെന്റെ തലയെ കെട്ടി വെച്ചത്. അച്ഛനും അമ്മയും ഇല്ലാതെ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടി. അതുകൊണ്ട് തന്നെ മുത്തച്ഛൻ ഇത്തിരി കൂടുതൽ ലാളിച്ചിട്ടുണ്ടാവും. എടാ, ടൗൺ ഹാളിൽ അഴിക്കോട് മാഷും അക്കാദമി ഹാളിൽ KPK മേനനും പ്രസംഗിക്കുന്നു എന്ന് കേട്ടാൽ മേനോ സാറിന്റെ പ്രസംഗം കേൾക്കാനേ ഞാൻ പോവായിരുന്നുള്ളൂ. അത്രയ്ക്കും വലിയ വാഗ്മിയാ. എന്റെ മരുമോള് KPK മേനോന്റെ കൊച്ചുമോളാന്ന് പറയുന്നത് എനിക്ക് അഭിമാനം തന്നെയാ. ഒവ്വ അതുകൊണ്ടാണല്ലോ അങ്ങേര് മരിച്ചപ്പോ ചേതലരിച്ചതും പാറ്റ തന്നതുമായിട്ടുള്ള അങ്ങേരുടെ പുസ്തകക്കെട്ടുകൾ മുഴുവൻ എന്റെ വീട്ടിലേക്ക് കെട്ടിയെടുത്തത്. അവളുടെ മുറിക്കകത്തേക്ക് കയറുന്നതേ ഒരുമാതിരി ബ്രിട്ടീഷ് ലൈബ്രറിക്കകത്ത് കയറുന്ന പോലെയാ. അതൊരു നല്ല കാര്യല്ലേ മനോജ്? 4 അക്ഷരം വായിക്കണ ഒരാളെ ഭാര്യയായിട്ട് കിട്ടിയതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? അത് പോട്ടെ, ഓടിപ്പടഞ്ഞ് എത്താൻ മാത്രം ഇപ്പോഴത്തെ പുതിയ പ്രശ്നം എന്താ? ഹലോ പ്രിയ, നീ ഇതെവിടെയായിരുന്നു? വൈകിട്ട് 6 മണി മുതൽ നിനക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യാം. എടാ, എന്നെ ഒന്ന് വിളിക്കാനുള്ള സമയം പോലും നിനക്കില്ലേ? എടാ, ചെയ്യാനുള്ള ജോലികൾ ചെയ്ത് തീർത്തിട്ട് ഷാപ്പിലോ ബാറിലോ എവിടെയാന്ന് വെച്ചാൽ പൊയ്ക്കോ. ഹലോ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ ജൂനിയറാന്ന് പറഞ്ഞ് എൻ്റെ ഓഫീസിലേക്ക് വരണ്ട. കേൾക്കുന്നില്ലേ? ശരി, ഞാൻ പുറത്തു വരാം. ഇവിടെ റേഞ്ച് കുറവാ. ഹലോ പ്രിയ, കേൾക്കുന്നുണ്ടോ? പിന്നെ രാജേശ്വരി എൻ്റെ കോമ്പൻസേഷൻ്റെ കേസ്, ആ ഫയൽസ് ഒക്കെ റെഡിയാക്കി വെക്കണം. നാളെ അപ്പിയർ ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ആ പ്രിയന ഒരു ജോലി ഏൽപ്പിച്ചാലും മര്യാദയ്ക്ക് ചെയ്യില്ലെന്ന്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വെള്ളം അടിക്കുന്നല്ലാതെ വേറെ ഒരു ചിന്തയില്ല. പറഞ്ഞ് മടുത്തു. നിനക്കിതുവരെ ഉറങ്ങാറായില്ലേ? എങ്കിൽ കുറെ കൂടെ എളുപ്പമായിരുന്നു അല്ലേ? ഈ രീതിയിലെങ്ങാനും നിന്റെ അമ്മ എന്നോട് പെരുമാറിയെങ്കിൽ അടിച്ച് അവളുടെ 2 പല്ല് ഞാൻ താഴെ. ഓ, പെണ്ണുങ്ങളെ തല്ലുന്ന അത്ര വലിയ ആണത്തൊന്നുമില്ല. അതെ, ഞാനിപ്പോ എന്താ വേണ്ടത്? ഈ കേസ് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടത്? നീ ഏതായാലും ഇപ്പൊ ചെല്ല്. നാളെ ഞാൻ അങ്ങോട്ട് വരാം. അവളുടെ വേർഷം കൂടി ഒന്ന് കേൾക്കണല്ലോ. എന്തിന്? വാദിഭാഗം മാത്രം കേട്ടിട്ടൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഒരു 5 മിനിറ്റ് നിൽക്ക്, ഞാൻ കൂടി വരാം. വിവാഹമെന്ന സ്ഥാപനത്തെ ഞാൻ കഠിനമായി വെറുക്കുന്നു. അതൊരു വലിയ വിഡ്ഢിത്തമാണെന്നാണ് എൻ്റെ ജീവിതവും അനുഭവവും എന്നെ പഠിപ്പിച്ചത്. കോടതി മുറിയിലെ അശ്ലീലം നിറഞ്ഞ നടപടിക്രമങ്ങളിലേക്ക് മാത്രം മനുഷ്യരെ എത്തിക്കുന്ന ഒരു ഉടമ്പടിയാണ് വിവാഹം. ഇതെന്താ ഒരു പതിവില്ലാതെ? ഒന്ന് ഫോൺ വിളിച്ച് പറയാമായിരുന്നില്ലേ മനോജ്? ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേനെ. അച്ഛ വരൂ.
എന്താ അമ്മയെ കൂട്ടാഞ്ഞത്? അവൾക്ക് അവളെ ശ്വാസം ഇടാൻ നേരമില്ല. ഇവൻ വന്നപ്പോ ഞാൻ വെറുതെ കൂടെ പോന്നു മാത്രമേ ഉള്ളൂ. അമ്മയെ കണ്ടിട്ട് കുറെ നാളായി. മനോജ് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വന്നേനെ. അച്ഛൻ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. മനോജ് പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വാ. ഓ അത് ശരിയാ, എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. നീ പോയി വാങ്ങിട്ട് വാ. അല്ല, ഞാനിവിടെ ഇല്ലെങ്കിൽ അവള് എന്നാ നീ ഇവിടെ ഇരിക്ക്, ഞാൻ പോയി ഏയ്, വേണ്ട, വാങ്ങിട്ട് വേണ്ട, വേണ്ട. മോളെ, ഇന്ന് നമ്മുടെ നഴ്സറി ഷൂട്ട് ചെയ്യാൻ സിറ്റി ചാനലുകാർ വന്നിരുന്നു. അവർക്ക് എൻ്റെയും രമണിയുടെയും ഇൻ്റർവ്യൂ വേണം. പക്ഷേ ഞാൻ എന്തെങ്കിലും പറയാൻ അവൾ സമ്മതിക്കണ്ടേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അപ്പം അവളെ ഇടങ്കോലിടും. അവൾ ഉത്സാഹം കൊണ്ട് ഓരോന്ന് പറയണതാ. പക്ഷേ കേൾക്കണവർ വിചാരിക്കും അവരുടെ അച്ഛൻ്റെ നഴ്സറി ഞാൻ കൈയടക്കിയതാണെന്ന്. എന്നാൽ സത്യം അതല്ലല്ലോ. ഒരു വർഷം അത് പൂട്ടിക്കിടന്നതിന് ശേഷമാണ് അച്ഛൻ അത് ഏറ്റെടുത്തതെന്ന് ചാനലുകാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ അത് മിണ്ടിയില്ല. കാരണം എന്താ? പരസ്പര വിരുദ്ധമായാണ് ഇവർ സംസാരിക്കുന്നതെന്ന് പ്രോഗ്രാം കാണുന്നവർക്ക് മനസ്സിലാവാൻ പാടില്ല. ഇപ്പൊ തന്നെ എൻ്റെയും രമണിയുടെയും ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഞങ്ങളുടെ ഇടയിൽ തന്നെ തീരണം. അത് മറ്റൊരാളെ അറിയിക്കേണ്ട കാര്യമില്ല. അതല്ലേ അതിൻ്റെ ഒരു ശരി. എന്താ മോളുടെ അഭിപ്രായം? മനോജ് അച്ഛൻ്റെ അടുത്തേക്ക് പരാതിയുമായി വന്നു അല്ലേ? ഏയ്, പരാതിയൊന്നുമില്ല. അവൻ്റെ ഒരു വിഷമം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മോളുടെ വേർഷം കൂടി കേൾക്കാതെ ഞാൻ നീ പറയുന്നത് വിശ്വസിക്കില്ല എന്ന്. മോള് പറ, അന്ന് എന്താ ഉണ്ടായേ? ആ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ മാത്രം എന്താ സംഭവിച്ചത്? പ്രിയ, എന്താടത്? വൈകിട്ട് 6 മണി മുതൽ തന്നെ ഞാൻ ട്രൈ ചെയ്യുന്നത്. എന്നെ ഒന്ന് വിളിക്കാനുള്ള സമയം പോലും തനിക്ക് ഇല്ലാന്ന് പറഞ്ഞ അതെ, സാധാരണ ഓഫീസ് ടൈം കഴിഞ്ഞാൽ ഏതെങ്കിലും ക്ലബ്ബിൽ പോരുന്ന 2 എണ്ണം അടിച്ചിരിക്കേണ്ട ഞാൻ ഇന്ന് 2 മണിക്കൂറാണ് ആ ഷോപ്പിംഗ് മോളിന്റെ വാതിൽക്ക് നിന്ന് കാല് കഴിച്ച്. അവൾ അപ്പുറത്തെ മുറിയിലുണ്ട്. ഞാൻ ബാൽക്കണിയിലേക്ക് വരാം. 1 മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. രാവിലെ ഞാൻ കോടതിയിലേക്കാണെന്നും പറഞ്ഞിറങ്ങും. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് മാറിയിരിക്കാം. വൈഫ് ഒന്നും അറിയാൻ പോകുന്നില്ലെന്ന് അവൾ വല്ല പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാനും സീരിയസ് ആയിട്ട് അത് തന്നെ ആലോചിക്കുന്നത്. ഡിവേഴ്സും കഴിഞ്ഞ് കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കിയ പിന്നെ ഈ പാട്ടും പതിങ്ങളും വിളി വേണ്ടല്ലോ. അപ്പോൾ നാളെ നേരിട്ട് കാണാം. ഓക്കെ ഓക്കെ ഡിയർ, ബൈ. ടേക്ക് കെയർ. ഉമ്മ. ബൈ. ഗുഡ് നൈറ്റ്. ആ പ്രിയന ഒരു ജോലി ഏൽപ്പിച്ചാലും മര്യാദയ്ക്ക് ചെയ്യില്ലെന്ന്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വെള്ളം അടിക്കുന്നല്ലാതെ വേറെ ഒരു ചിന്തയില്ല. പറഞ്ഞ് മടുത്തു. നിനക്കിതുവരെ ഉറങ്ങാറായില്ലേ? എങ്കിൽ കുറെ കൂടെ എളുപ്പമായിരുന്നു അല്ലേ? അച്ഛൻ ഇറങ്ങിയോ? ഞാൻ അച്ഛന് കഴിക്കാൻ ശരിക്കും എന്താ അച്ഛവളുടെ പ്രശ്നം? നിന്നെ പോലെ ഒരു വൃത്തികെട്ടവൻ ഭർത്താവായി കൂടെ താമസിക്കുന്ന തന്നെ എന്താ അത് ഒഴിവാക്കാൻ പറ്റുമോ? ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഇത്രയും വിസ്തരിക്കുന്നുള്ളൂ. നാളെ കോടതി കഴിഞ്ഞ് നീ നേരെ വീട്ടിൽ വാ. ബാക്കി അവിടെ നിന്റെ അമ്മയുടെ മുന്നിൽ വെച്ച്. നീ അച്ഛനോട് എന്താ പറഞ്ഞത്? ഭാവനെ, നീ അച്ഛനോട് എന്തൊക്കെ നുണകളാ പറഞ്ഞു കൊടുത്തതെന്ന്? ഭാവന, നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ഇതിനകത്ത് താമസിക്കുന്നിടത്തോളം കാലം നമ്മൾക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണം. പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നീ നിന്റേത് മാത്രമായിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. നിന്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞാലല്ലേ എനിക്കതിനനുസരിച്ച് പെരുമാറാൻ പറ്റൂ. എന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാനും അതനുസരിച്ച് പെരുമാറാനും മനോജ് ശ്രമിക്കണമെന്നില്ല. ആ കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു. ഇതിനേക്കാൾ സങ്കടങ്ങൾ അനുഭവിച്ച കുടുംബങ്ങളില്ലേ, അവരെല്ലാം അതൊക്കെ അതിജീവിച്ചല്ലേ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്ക് അതൊക്കെ പെട്ടെന്ന് മറക്കാൻ പറ്റുമായിരിക്കും. എനിക്ക് പറ്റില്ല മനോജ്, ഒരിക്കലും പറ്റില്ല. ഞാനെന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ്. മുഷിഞ്ഞത് മാറ്റിയെടുക്കും പോലാണല്ലോ നിങ്ങൾക്ക് ജീവിതം. അലക്കി ഇസ്തിരിയിട്ട് കോടതിയിൽ പോകും പോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പുതിയതാ. ഓർമ്മകളില്ല, വേദനകളില്ല. അപ്പോഴത്തെ സന്തോഷം മാത്രം പ്രധാനം. അതിന് ഏത് വഴി നിങ്ങൾ തേടും? എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവില്ല.
ഒരു ജീവൻ കളിപ്പാട്ടം പോലെ എറിഞ്ഞുടച്ചത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ ജീവിതം ഇങ്ങനെ ആയത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ അസ്തിത്വത്തെ പോലും മറന്ന് നിങ്ങൾ സുഖവും സന്തോഷവും തേടി പോകുമ്പോ അപമാനിക്കപ്പെടുന്നത് എന്റെ വ്യക്തിത്വമാണെന്ന് നിങ്ങൾക്ക് ഓരോ കാലത്ത് മനസ്സിലാവില്ല. ഭാവന, നീ സംസാരിക്കുന്ന ഭാഷയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഭാഷ എന്നാൽ ഒരു സംസ്കാരത്തിന്റെ നിർമ്മിതിയാണ്. ഒരാളുടെ മനസ്സിന്റെ സഞ്ചാരം ഏതു വിധമാണെന്ന് അത് വെളിപ്പെടുത്തുന്നു. മിണ്ടരുതെന്ന് നാം ഒരാളോട് പറയുമ്പോൾ ആ വ്യക്തിക്ക് സംസാരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുക മാത്രമല്ല, അയാൾക്ക് മേൽ അധികാരം സ്ഥാപിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഞാനിരിക്കുമ്പോൾ നീ സംസാരിക്കേണ്ടതില്ല എന്ന് ഒരു ഭർത്താവ് പറയും പോലെയാണ് ഞാനിരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടതില്ല എന്ന്. ഹലോ. ഇല്ലല്ലോ, എഴുന്നേറ്റിട്ടില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ. മനോജ്, മനോജ്, എന്താ ഇതൊന്ന് ഉച്ചവരെ ഉറങ്ങാൻ പോണോ? കോടതി പോണ്ടേ? മണി 8 കഴിഞ്ഞു. രാവിലെ തൊട്ട് മനോജിന്റെ ഫോൺ നിർത്താതെ അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവസാനം എന്താ, ഞാൻ ഇപ്പൊ അറ്റൻഡ് ചെയ്തു. ഓഫീസിൽ നിന്ന് പ്രീതിയായിരുന്നു. ഇന്ന് വിലാസിനി കൊലക്കേസിന്റെ വിചാരണ തുടങ്ങുന്ന ദിവസമാണ്. സാറ് നേരത്തെ ഇറങ്ങില്ലേന്ന് ഉറപ്പുവരുത്താൻ വിളിച്ചതാ. വേഗം ബ്രഷ് ചെയ്ത് കുളിച്ചു വന്നോളൂ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. ഭാവന, എനിക്കൊരു സംശയം. ഇന്നലത്തെ നീയാണോ അതോ ഇന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്ന നീയാണോ? ഇതിലേത് നീയാണ് ശരിക്കുള്ള നീ? കടങ്കഥ ചോദിക്കാൻ നിൽക്കാണ്ട് കോടതിയിലേക്ക് പോകാൻ നോക്കും മനോജ്. മനോജ്, ഫയൽ എടുത്തില്ല. വേണ്ട, അത് അവിടെ തന്നെ വെച്ചേക്ക്. ഊണ് കഴിക്കാൻ വരുമോ? ഇല്ല, ഇന്നവിടെ നല്ല തിരക്കുള്ള ദിവസാ. മായ, എവിടെ നോക്കിയാണ് സാധനങ്ങൾ ഇറക്കുന്നത്? ഇഡിയറ്റ്! ഈ തട്ടി താഴെ ഇട്ടിരിക്കുന്നതിന്റെ വാല്യൂ എന്താ നിനക്കറിയോ? സോറി സാർ, മാഡം അറിയാണ്ട് വന്നപ്പോ തട്ടിപ്പോ താഴെ വീണ് പോയാ. ഇന്ന് വിസ്തരിക്കാതെ വേഗം പെരുക്കെടുക്കാൻ നോക്കൂ. ഐ ആം സോ സോറി. എല്ലാം നശിപ്പിച്ചു. മായെ കണ്ട് ഓടി വന്നപ്പോ ഇത് കണ്ടോ? ഈ പുസ്തകത്തിന്റെ പുറത്തിട്ട് കണ്ടോ? ഇനി ഇതിന്റെ പേജുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും. Stupid. മായ എവിടെ? വായി നോക്കി നിൽക്കാതെ പെരുക്കെടുക്കണം. എത്ര precious ആയിട്ട് ഞാൻ സൂക്ഷിച്ച സാധനങ്ങളാ ഈ താഴെ വീണ് കിടക്കുന്നത്. മായേ, നീയോ? ഞാൻ മോളീന്നെ കണ്ടു, എന്നിട്ടാ ഞാൻ താഴേക്ക് വന്നത്. ആണോ? ഞാൻ ഫ്ലാറ്റിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ പോയതാ. എത്ര കാലമായി നിന്നെ കണ്ടിട്ട്? എന്റെ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ പോയി. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. എല്ലാം വിശദമായിട്ട് പറയാം. ഏത് ഫ്ലാറ്റിലാ? ഞാൻ 3A. ഞാൻ 11A. ആണോ? എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ഞാൻ വരാം. വരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വരും. ബൈ. സാർ, ഇന്ന് എവിഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന കേസിലെ അക്യൂസിന്റെ പെങ്ങളാ.
ഓ കേസിന്റെ ഡീറ്റെയിൽസ് വല്ലതും പഠിപ്പിച്ചു കൊടുത്തോ? രാജൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരൻ, കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് വിലാസിനെ. Am I right? എന്തുട്ട്? അല്ലല്ല, അതെ. നിങ്ങളുടെ സഹോദരനായ രാജൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വിലാസിനിയുമായി വഴക്കുണ്ടാക്കുന്നതോ ദേഹോദ്രവം ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നതോ ടിയാൻ കൊല ചെയ്യുന്നതോ നിങ്ങൾ കണ്ടിട്ടില്ല. അതിനവൻ ആരും കൊന്നിട്ടൊന്നുമില്ല സാറേ. അതന്ന് ശരിക്കും അബദ്ധത്തിൽ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ കോടതി തെളിയിച്ചോളാം. അവിടെ എതിർഭാഗം വക്കീല് നിങ്ങളോട് എന്ത് ചോദിച്ചാലും ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, അത്ര മതി. സംഭവ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? വീട്ടില്. ചേച്ചി, നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഭർത്താവുമായിട്ട് സിനിമയ്ക്ക് പോയിരിക്കായിരുന്നു. ഏത് സിനിമയ്ക്ക്? പിണ്ണാക്ക്. അങ്ങനെ ഒരു സിനിമ ഉണ്ടോ? എടോ, അങ്ങനെ സങ്കല്പിക്ക്. സങ്കല്പിക്കുകയാണെങ്കിൽ സരിതയിലെ പടം ഞാൻ കണ്ടാണ്. നമുക്ക് സവിതപ്പെട്ട ലോർജിന്റെ പടം കണ്ടല്ലടി. അയ്യേ, തെലുങ്കോടൊന്നും കാണാൻ ഞാനില്ലേട്ടാ. നമുക്ക് വല്ല മലയാള പടം പോയി കാണാം. അയ്യോ, ആരാടോ ഇയാള്? സാറ്, ഞാൻ ലിബിയളിയൻ. എന്ത്? രാജന്റെ അളിയൻ ലിബിയളിയൻ. ഇവളുടെ കൂടെ നേരത്തെ സിനിമയ്ക്ക് പോയില്ലേ, ആ ഭർത്താവ്. നിങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ രാജൻ വീട്ടിലുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിലാസിന് കുത്തേറ്റ് വീടിന് മുമ്പിൽ കിടക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ഇതിൽ കൂടുതൽ ഒന്നും അറിയില്ല, മനസ്സിലായ? നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞത്? രജനി. ഞാൻ നാളെ രജനിയുടെ വീട് വരുന്നുണ്ട്. സ്പോട്ടൊക്കെ ഒന്ന് കണ്ടുവെക്കാനാ. പിന്നെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് എത്തും. ചുറ്റുപാടുള്ളവരൊക്കെ അറിയണ്ടെന്ന് വെച്ചിട്ടാ. രാത്രി അവിടെ തന്നെ ഉണ്ടാവൂല്ലേ? ഓക്കെ. അതിന് സാക്ഷി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട് കുറെ അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറിയിട്ടാണ്. എന്റെ വീട്ടിൽ എന്തുട്ട് നടന്നാലും അവരറിയാൻ പോണില്ല. ഒരു കുഴപ്പമില്ല. ഭാവന, ഞാനിവിടെ സീരിയസ് ആയിട്ടൊരു കേസിന്റെ ഡിസ്കഷനില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യാവശ്യമായിട്ട്? രാത്രി ആരും ഇല്ലാത്ത സമയത്ത് കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞല്ലോ. പോകുമ്പോ 4756 രൂപയുടെ ആ സാരിയും കൊണ്ടുപോകാൻ മറക്കണ്ട. സാരി? ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി നീ കരഞ്ഞ സീനാക്കല്ലടി. ഈ വക്കീൽ സാറിനെ പുല്ല് പോലെ ഇറക്കി തരില്ലേ? ഇല്ല സാറേ, രാവിലെ തന്നെ വിട്ടൂല്ലേ? പ്രതി രാജന് ജാമ്യം ലഭിക്കുന്നതാണോ കരുതുന്നത്? അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. അദ്ദേഹത്തെ വെറുതെ വിട്ടേ. പുള്ളി ഭയങ്കര തിരക്കുള്ള വക്കീലല്ലേ. എന്നോട് ചോദിക്കടാ, ഞാൻ പറയാം. എന്റെ ആളിനല്ല കൊലപാതകി, ഞാനല്ലടല്ല കണ്ടേന്ന്. സർ, എന്താടോ? എനിക്കൊന്ന് വീട്ടിൽ പോകണമായിരുന്നു. ഈ നേരത്തോ? അല്ല, ഒരു കല്യാണം ഉണ്ടായിരുന്നേ. അതിനുവേണ്ടി വൈഫിന് വാങ്ങിയ സാരി വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഡാമേജ് എന്ന് അറിഞ്ഞത്. ഞാൻ അതിന്റെ ബില്ലാണെങ്കിൽ എവിടെ വെച്ച് മറക്കുകയും ചെയ്തു. പക്ഷെ കുഴപ്പമില്ല, വക്കീലാണെന്ന് പറഞ്ഞപ്പോ ബില്ലില്ലെങ്കിലും മാറ്റി തരാന്ന് കടക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് പോട്ടെ സാർ. ഈ ബിൽ എമൗണ്ട് എന്ന് പറയുന്ന ഏകദേശം ഒരു 4756 രൂപ വരും. എങ്ങനെ മനസ്സിലായി? മനസ്സിലായി, നല്ലോണം മനസ്സിലായി. വന്നോളൂ, എല്ലാരും വന്നോളൂ. നീ ഇതെവിടേക്കാ ഓടണേ? നടക്കും മനുഷ്യ. ആരോടാ ഈ ദേഷ്യം? മായ, നീ പോന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടില്ല. ഞാൻ അങ്ങനെയാ, ആവശ്യമുള്ളപ്പോ പൂച്ചയെ പോലെ പതുങ്ങി വരും. മനോജുമായി വഴക്കിട്ടിരിക്കുകയാണല്ലേ? ഇല്ല, ഇത് വെറുതെ ഫോണിലൂടെ. എടി, ഇതിലിങ്ങനെ മറയ്ക്കാനും ഒളിക്കാനും മാത്രം ഒന്നുമില്ല. നീ വായിച്ചിട്ടില്ലേ? പരസ്പര വിശ്വാസം ഇല്ലാത്ത രണ്ടുപേര് മരണം വരെ വിശ്വാസം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ് വിവാഹം. അതിനിടയിൽ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവർ സന്തോഷം അഭിനയിക്കും, ഇണചേരും, കുട്ടികളെ പ്രസവിക്കും, അവരെ വളർത്തും. പക്ഷേ ആത്യന്തികമായി കലഹിച്ചോണ്ടേയിരിക്കും. എന്നെ പോലെ ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ അഭിനയം മടുക്കുമ്പോ കൂടുതൽ കാലം ആ കലാപരിപാടിക്ക് നിന്നു കൊടുക്കാതെ ഇറങ്ങിപ്പോരും സ്വന്തം ജീവിതത്തിലേക്ക്. അപ്പൊ നീ ലീഗലി ഡിവോഴ്സ് ആയില്ല. ഈ ആണുങ്ങൾ പറഞ്ഞിറക്കുന്ന ഒരു ചീപ്പ് കോമഡി കേട്ടിട്ടില്ലേ? വല്ലപ്പോഴും ഒരു ചായ കുടിക്കാൻ എന്തിനാ ഒരു തേയിലത്തോട്ടം വാങ്ങിയിടുന്നേന്ന്. ഇടയ്ക്കൊക്കെ ആ തമാശ നമ്മൾ പെണ്ണുങ്ങളും പറയണ്ടേ? നിനക്കെന്താ കുടിക്കാൻ? ഒന്നും വേണ്ട, ആദ്യം നിന്റെ വീടൊന്ന് കാണട്ടെ. അതാ എന്റെ മുറി. ഓ,
ഓൺ റൂം. എന്റേത് മാത്രമായ ഒരു ലോകം. വാ. ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പ്രമാദമായ വിലാസിനി കൊലക്കേസിലെ പ്രതി രാജൻ തനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് മനോജ് കുമാറിനെ കോടതി മുറ്റത്ത് വെച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കൂടുതൽ വാർത്തകളുമായി ഞങ്ങളുടെ പ്രതിനിധി സുസ്മേഷ് ചേരുന്നു. സുസ്മേഷ്, എന്താണ് ഉണ്ടായത്? പ്രജോദ്, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് പ്രമാദമായ വിലാസിനി കൊലക്കേസ് വിചാരണ ആരംഭിച്ചത്. രാജന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് മനോജ് കുമാർ പ്രോസിക്യൂഷന്റെ വിസ്താരത്തിന് ശേഷം ക്രോസ് നടത്തവേ പ്രോസിക്യൂഷനെ സഹായിക്കും വിധം ചോദ്യങ്ങൾ ചോദിക്കുകയും അത് പ്രതി രാജനെതിരെയുള്ള പ്രധാന തെളിവായി കോടതി അംഗീകരിക്കുകയുമായിരുന്നു. പിന്നീട് ജയിലിലേക്ക് കൊണ്ടുപോകാനായി രാജനെ വാനിടത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നാടകീയമായ സംഭവവികാസങ്ങൾ ഉണ്ടായത്. പ്രജോദ്, ഇപ്പോൾ സംഭവത്തിനോടുള്ള തന്റെ പ്രതികരണവുമായി അഡ്വക്കേറ്റ് മനോജ് കുമാർ ലൈനിലുണ്ട്. ശ്രീ മനോജ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പ്രശ്നങ്ങളൊന്നുമില്ല. ജാമ്യം ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു പ്രതി പെട്ടെന്ന് ജാമ്യം നിഷേധിച്ചപ്പോൾ ഉണ്ടായ ഒരു മാനസിക അസ്വസ്ഥത. ഞാൻ ഈ കേസ് കൂടുതൽ കൂലങ്കഷമായി പഠിച്ച് പുള്ളിക്ക് ജാമ്യം മേടിച്ച് കൊടുക്കുമ്പോൾ എന്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചോളും. That's all. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഈ തേയിലത്തോട്ടം വാങ്ങിയ ആള് അതെങ്ങനെയാ? ഒരു കേസ് നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് മറ്റു പലതുമല്ലേ മനസ്സിൽ. നീ കരുതുന്നത് പോലെ വഴിവിട്ട ബന്ധങ്ങൾ മനോജിനുണ്ടെങ്കിൽ അത് അയാളുടെ പ്രൊഫഷണൽ ലൈഫിനെ മാത്രമല്ല, നിന്റെ പേഴ്സണൽ ലൈഫിനെയും കൂടിയാണ് ബാധിക്കാൻ പോകുന്നത്. ഇതൊന്നും അല്ല അച്ഛാ. വീട്ടിൽ നിന്ന് പോരുമ്പോ ഒരു കുഴപ്പമില്ലാതെ എന്നെ യാത്രയാക്കിയതല്ലേ ഭാവന. ഞാൻ അവിടെ ചെന്ന് ഓഫീസിൽ കയറിയ വഴിക്ക് ഫോൺ വിളി തുടങ്ങി. പിന്നെ ഫോൺ വിളിച്ച് ചുമ്മാ അങ്ങോട്ട് ചീത്ത പറയാന്ന് വെച്ചാ കോടതിക്ക് അകത്ത് കയറിയപ്പോഴും ഇത് തന്നെ സ്ഥിതി. മനുഷ്യനാകെ വട്ട് പിടിച്ച് നിൽക്കുമ്പോഴാ ക്രോസ് വിസ്താരത്തിനകത്തേക്ക് വിളിച്ചത്. ഈ കുട്ടി ഇങ്ങനൊക്കെ ചിന്തിച്ചുണ്ടാക്കാനുള്ള കാരണം മനസ്സിലാകുന്നല്ലോ ഈശ്വര. അപ്പൊ അമ്മയും മോനും പറയണത് ഇതെല്ലാം ഭാവനയുടെ വെറും ഭാവന അല്ലേ? അവള് സങ്കല്പിച്ചുണ്ടാക്കുന്നത്. എങ്കിൽ പിന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കും നീ നിന്റെ ഭാര്യയെ. അവൾക്ക് എന്താ രോഗം എന്ന് അയാൾ തീരുമാനിക്കട്ടെ. സത്യം, ഞാനും ഇത് ആലോചിച്ചതാ. പക്ഷെ എന്ത് പറഞ്ഞവളെ കൊണ്ടുപോകും? അറിഞ്ഞാൽ അവള് വരുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? തണ്ടപ്പേ രജിസ്റ്ററിൽ പുറവകയും വൈരുമായി കിടക്കുന്ന ഭൂമി കാണവും ജന്മവുമാക്കി മാറ്റിമറിച്ച് വിറ്റ് കാശുണ്ടാക്കുന്നവനല്ലേ നീ. അത്രയും കുബുദ്ധി ഇതിനു വേണ്ടി വരില്ല. നിങ്ങൾ എന്തുവാ മനുഷ്യ ഇത് ഒരുമാതിരി എതിർ കക്ഷിയോട് സംസാരിക്കുന്ന പോലെ? എനിക്ക് നിന്റെ മകനെ ഇനിയും പൂർണ്ണമായി വിശ്വാസം വരാത്തതുകൊണ്ട് നിന്റെ ഭാര്യ പറഞ്ഞത് നുണയാണെന്ന് തെളിയിക്കാൻ എനിക്ക് നിന്റെ അഫിഡവിറ്റ് മാത്രം പോരാ മനോജേ. അത് ബോധ്യം വരാനുള്ള തെളിവുകളായിട്ട് വാ. അപ്പൊ നിക്കാൻ ഞാൻ നിന്റെ കൂടെ. അവൻ മനസ്സൊന്ന് പറഞ്ഞു തന്നെയാ, നുണയൊന്നും അല്ല, എനിക്കുറപ്പാ. ആയിരിക്കാം. പക്ഷേ നമ്മുടെ മോന് നമ്മളുണ്ട്. നമ്മളും അവനും അല്ലാതെ സ്വന്തമെന്ന് പറയാൻ ആ കുട്ടിക്ക് വേറെ ആരുമില്ല. അപ്പൊ നമ്മൾ ഇവനെ സപ്പോർട്ട് ചെയ്താൽ തനിക്ക് ആരുമില്ല എന്നൊരു തോന്നല് ആ കുട്ടിക്ക് ഉണ്ടാവും. അത് പാടില്ല.